എറണാകുളം ജില്ല കണയന്നൂർ താലൂക്ക് എളമക്കര NSS കരയോഗം നമ്പർ 2124 പുന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 17 മുതൽ 21 വരെ ആഘോഷിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ബ്രഹ്മശ്രീ ശശി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ എല്ലാം തന്നെ നടത്തുന്നത്. ഓം ഭദ്രകാളി നമ. പുന്നക്കൽ ദേശം വാഴും നമ്മുടെ ഭഗവതിയുടെ തിരുനാൾ മഹോത്സവം നടക്കുകയായി. ഫെബ്രുവരി 17 മുതൽ 21 വരെ വളരെ പൂർവാധികം ഭംഗിയത്തിന് നമ്മൾ ആചരിക്കുകയാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പ്രതിഷ്ഠ ദർശനം വരുന്നത് കിഴക്കോട്ട് പടിഞ്ഞാട്ട് പൊതുവേ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഇവിടെ ഭഗവതി പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ദർശനമായിരിക്കുന്നത് വടക്കോട്ടാണ്. വളരെ ശക്തിയായ വളരെ രൗദ്രത്തോടു കൂടിയിരിക്കുന്ന ഭഗവതിയാണ്. ഗുരുതി തർപ്പണമുള്ള ഗുരുതി മുതലായ വിഷയങ്ങൾ നമ്മളോട് ആചരിച്ചു വരും. അത്രയധികം ശക്തമാണ് നമ്മുടെ ഭഗവതി. അങ്ങനെയുള്ള ഭഗവതിയുടെ ഉത്സവം അല്ലെങ്കിൽ തിരുനാൾ മഹോത്സവം എന്ന് പറയും. അശ്വതി നക്ഷത്രത്തിലായതുകൊണ്ടാണ് നമ്മളത് അശ്വതി തിരുനാൾ മഹോത്സവം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വളരെ വളരെ പുരാതനമായുള്ള ഒരു ക്ഷേത്രം. ദേശത്തിൻ്റെ നാഥയായിരിക്കുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ്. പുന്നക്കൽ ഭഗവതിയുടെ തിരുനാൾ മഹോത്സവത്തിലേക്ക് എല്ലാ നല്ലവരായ ഭക്തരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഭഗവതി അനുഗ്രഹിക്കട്ടെ. അശ്വതി താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ ഫെബ്രുവരി 17 കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം തിരുവിതാംകൂർ രാജകുടുംബാംഗം ഹിസൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി നിർവഹിക്കുന്നു. ഇപ്രാവശ്യം അതിന് 5 ദിവസം നമ്മൾ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്ത് ആനയും പലവിധ പരിപാടികളായിട്ട് ഗംഭീരമാണ്. പടയണയൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് പോകുന്നത്. 1-ാം 2-ാം ദിവസത്തെ പരിപാടി ബിജു ഒന്ന് പറയാം, എന്തൊക്കെയാണ് അതിൻ്റെ പൊലിമയൊന്നൊന്ന് പറയാം. ഒന്നാം ദിവസമായ 17-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 7:30 തിരുവനന്തപുരം പാർത്ഥസാരഥിയുടെ പളനി ആണ്ടവൻ എന്ന നൃത്തനാടകം ആണ് ആദ്യത്തെ. രണ്ടാമത്തെ ദിവസം മേജർ സെറ്റ് തായ്മക ശുഗപുരം രഞ്ജിത്ത് ആൻഡ് രജോദിന്റെ മേജർ സെറ്റ് ഡബിൾ തായ്മക അല്ലേ? തീർച്ചയായും. 3-ാം ദിവസത്തെ പരിപാടി കഥകളിയാണ്. നമ്മൾ അമ്പലത്തിൽ മേജർ സെറ്റ് കഥകളിയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെയാണ് കഥകളി വച്ചേക്കുന്നത്. പക്ഷേ ഉത്സവത്തിന് കഥകളി എല്ലാ ഉത്സവങ്ങളിലും പുന്നക്കൽ കഥകളി ഇല്ലാത്ത ഉത്സവങ്ങളില്ല. നമ്മൾ ഫുൾ നൈറ്റ് പ്രോഗ്രാമാണ് വെക്കുന്നത്. കഥകളി വേറെ സ്ഥലത്തും അമ്പലങ്ങളിലും നമ്മുടെ ഇവിടെ കുറവാണ്. വെളുപ്പിന് വരെയും കഥകളി ഉള്ളത് കുറവാണ്. ഇപ്രാവശ്യം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളിക്ക് കഥ എന്നൊരു നളചരിതം കുത്തുവാണ്. അത് ഗംഭീരമായിരിക്കും. ഗംഭീരമായിട്ടായിരിക്കും കഥകളി ആസ്വാദകം. പണ്ടത്തെ പോലെയല്ല, ഈ മറ്റുള്ള അമ്പലങ്ങൾക്കിട്ട് കൂടുതൽ കഥകളി ആസ്വാദകർ. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന്റെ 4-ാം ദിവസം ഗംഭീര പരിപാടിയാണെന്നാണ് പറയണത്. അപ്പൊ എന്താണ് ഗംഭീര പരിപാടി? നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി അടിപൊളി ഗാനമേള അടിപൊളി ഗാനമേള നമ്മൾ അറേഞ്ച് ചെയ്യണത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ കിഷോർ വർമ്മ അവതരിപ്പിക്കുന്ന നല്ല ടീമാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ആൾക്കാരെ 7 മണിക്ക് തുടങ്ങാന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞത്. 10 മണിക്ക് ഹൈക്കോടതി ഇത് പ്രകാരം 10 മണിക്ക് തീർക്കണമെന്നുള്ള നമ്മുടെ ഐഡിയ വന്നുകൊണ്ട് 7 മണിക്കാണ് തുടങ്ങി. ഒരു 10 മണിക്ക് താലപ്പൊലിക്ക് മുമ്പ് നല്ലൊരു പരിപാടി എന്നുള്ള രീതിയിൽ യൂത്ത് വിങ്ങിന് വേണ്ടി ഒരു അടിപൊളി ഗാനം വേണ്ടിയാണ് നമ്മൾ ഇത്ര അറേഞ്ച് ചെയ്തേക്കണം. 1-ാം ദിവസം തൊട്ട് 4-ാം ദിവസം വരെയുള്ളത് എല്ലാവരും പറഞ്ഞില്ലേ. 5-ാം ദിവസത്തെ ആര് പറയും? അശ്വതി താലപ്പൊലി മഹോത്സവ ദിവസമായ ഫെബ്രുവരി 21 പകൽപൂരത്തിന് തൃശ്ശൂർ പൂരപ്രമാണിമാരായ ശങ്കരൻകുട്ടിയാശാൻ്റെ മേളവും ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ പഞ്ചവാദ്യം. മഹോത്സവത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ ദേവി മഹാത്മ്യ പാരായണം, വൈകിട്ട് ഓട്ടൻതുള്ളൽ, ഭജൻസ്, സോപാന സംഗീതം എന്നീ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഓരോ കുടുംബാംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും വഴിപാടായി രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അശ്വതി താലപ്പൊലി മഹോത്സവത്തിൻ്റെ 7-ാം പൂജ മാർച്ച് 1 ഞായറാഴ്ച രാത്രി 10 മണിക്ക് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുന്നക്കലിൻ്റെ മൂലസ്ഥാനമായ പുന്നമരച്ചോട്ടിൽ വെച്ച് 12 പാത്രത്തിൽ ബലിഗുരുതി നടക്കുകയാണ്. എറണാകുളം ജില്ലയിൽ എളമക്കരയിൽ പുന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം പടയണി എന്ന് പറയുന്ന ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുകയാണ് ഉത്സവത്തിനോടനുബന്ധിച്ച്. പുന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 സ്ഥലങ്ങളിൽ 4 ദേശങ്ങളിൽ നിന്നും വരുന്ന പടയണികൾ ഒരുമിച്ച് വരുന്നു. അതിൽ പല വിധത്തിലുള്ള വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ, തെയ്യങ്ങൾ, അങ്ങനെ അനവധി വേഷങ്ങളോടുകൂടി ഒരുമിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് വന്ന് അമ്മയുടെ മുമ്പിൽ നൃത്തമാടുന്ന ഒരു വലിയൊരു സന്ദേശം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പടയണിയെ കുറിച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ. എറണാകുളം ജില്ലയിൽ തന്നെ
വേറൊരു സ്ഥലത്തും നമ്മൾ പടയണി 4 സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൽ മാത്രമാണ് പടയണി എന്ന് പറയുന്ന വലിയ ആഘോഷമായി നടത്തുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് പടയണിയുടെ വേഷങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്ന അയച്ചേട്ടൻ ഞങ്ങളുടെ പുതുതലമുറയ്ക്ക് എന്താണ് പടയണിയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരിക്കും. എൻ്റെ അറിവിലേക്കുള്ള കാര്യം ഞാൻ പറയാം. ഞാനത് പണ്ട് പോലെ എൻ്റെ അച്ഛനും എൻ്റെ ഇതിലൊക്കെ ഈ പടയണിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പണ്ട് പോലെ കണ്ടുവന്ന് ഈ പുന്നക്കൽ പടയണി, അതിൽ വടക്കുന്ന് വരുന്ന പടയണി, അന്ന് മാത്രമേ അത് ഒരു പടയണി മാത്രമേ ഈ പുന്നക്കൽ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. ഇപ്പോഴാണ് ഈ 4 ദേശത്തു നിന്നും 4 ദിക്കിൽ നിന്നും പടയണികൾ വരുന്നത്. പണ്ട് പുന്നക്കൽ പടയണി എന്ന് പറയുന്നത് വടക്കുന്ന് വരുന്ന പടയണിയാണ്. ആ പടയണിക്ക് ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ അത് ഞാൻ കേട്ടേക്കുന്നത്, എൻ്റെ കാരണവന്മാർ അതിൽ പല ആൾക്കാരും പറഞ്ഞു കേട്ട അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, കാളി ദാരിക യുദ്ധത്തിൽ കാളി ദാരികനെ നിഗ്രഹിച്ച ശേഷം ആ ഭൂതഗണപതിയായിട്ട് ആർത്ത് അട്ടഹസിച്ച് സന്തോഷത്തോടുകൂടി വരുന്ന ഒരു രീതിയാണ് നമ്മളുടെ പുന്നക്കൽ അമ്പലത്തിലെ പടയണികൾ എന്ന രീതിയിൽ നമ്മൾ ആഘോഷിച്ച് ഇപ്പോഴും വരുന്നത്. പിന്നെ ഒരു പ്രത്യേകത കൂടി പറയാം, ഇപ്പോഴത്തെ പടയണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക, ഈ ശിങ്കാരി മേളം അതുപോലെ മേളങ്ങളാണ്. നമ്മൾ അന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നും ഉപയോഗിക്കുന്നത് തപ്പ് താളം, അവരെ തപ്പ് മേളമാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത്. ആ ചൂട്ടെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ വെളിച്ചം കാണാൻ വേണ്ടി അന്ന് ഇരുട്ടാണല്ലോ, അതിനുവേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഈ ചൂട്ട് കത്തിച്ചിട്ടുകൊണ്ടാണ് ഇത് പോരുന്നത്. അതാണ് നമ്മുടെ പുന്നക്കൽ അമ്പലയുടെ പടയണിക്ക് ഒരു പ്രത്യേകത ഉള്ളത്. അതാണ് ഈ പടയണി മാത്രമേ പണ്ടും ഉള്ളൂ, ഇപ്പോഴും ഉള്ളൂ. ഇപ്പോഴും നമ്മൾ 4 ദിക്കിൽ നിന്ന് പടയണികൾ വരുന്നുണ്ട്. അത് ആഘോഷമായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന പടയണി എന്ന് പറയുന്നത് പുന്നക്കൽ അമ്പലയുടെ പടയണി തന്നെയാണ്. അത് ഇന്നും നമ്മൾ നടത്തിക്കൊണ്ട് പോരുന്നുണ്ട്. പുന്നക്കലമ്മയുടെ ഈ വർഷത്തെ അശ്വതി താലപ്പൊലി മഹോത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ദേവിനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.